ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇല്ലാതിരുന്നൊരു സുഹൃത്തിൻ്റെ തല ആ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാനും ഇനി സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അതിൽ ഒരാളുടെ തല മാറ്റി നിങ്ങളുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ ആഡ് ചെയ്യാനും ഇനി ഒരു തമാശക്കെന്നോളം ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലെ മുഴുവൻ വ്യക്തികൾക്കും നിങ്ങളുടെ മുഖസാദൃശ്യം ഉണ്ടാക്കാനും സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ ഇഷ്ടപ്പെട്ട മനോഹരമായൊരു ഫോട്ടോ ഉണ്ടാവും. ആ ഫോട്ടോയിൽ അയാളുടെ മുഖം മാറ്റി നിങ്ങളുടെ മുഖസാദൃശ്യമാക്കാനും ഒക്കെ സഹായിക്കുന്ന ഗംഭീര AI ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞ ഈ AI ടൂളിൽ ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആണ്. നിങ്ങൾക്ക് എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആദ്യഘട്ടമായതുകൊണ്ട് പരസ്യമില്ല. 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിൽ പരസ്യങ്ങളും വരും, ചിലപ്പോൾ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചോളൂ. ഇനി ചിലപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പ്രീമിയം ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒരു പേജ് ലഭിക്കുക. ഇവിടെ താഴെ സിംഗിൾ ഫേസ് പിന്നെ മൾട്ടിപ്പിൾ ഫേസ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ടാവും. സിംഗിൾ ഫേസ് നിങ്ങൾക്ക് ഒരൊറ്റ ഫോട്ടോയിലെ ഫേസ് മാറ്റാനുള്ള ഓപ്ഷനാണ്. മൾട്ടിപ്പിൾ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫേസ് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ആദ്യം സിംഗിൾ ഫേസ് തന്നെ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ഇമേജ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗാലറി ഓപ്പൺ ആകും. ഏത് ഫോട്ടോയുടെ ഫേസാണ് മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇനി താഴെ അപ്ലോഡ് യുവർ ഫേസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലേക്ക് നിങ്ങൾക്ക് ഏത് ഫേസാണ് ഈ ഫോട്ടോയിലേക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗാലറി ഓപ്പൺ ആകും. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെ അതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ സ്വൈപ്പ് ഫേസ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്പനേരം ഒന്ന് കാത്തിരിക്കുക. അല്പനേരം കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ മുഖം മാറിയിട്ട് എൻ്റെ ഫേസ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് ചെവിയുടെ ഭാഗത്താണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുക. ആ ഫോട്ടോന് ഓൾറെഡി ചെവിയുടെ ഭാഗത്ത് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ഈ ഫയൽ സേവ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ഗ്രൂപ്പ് ഫോട്ടോയിൽ എങ്ങനെയാണ് ഫേസ് ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ഇമേജ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും. ഞാനിപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും കുഞ്ചാക്കോ ബോബനുമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ആരുടെ ഫേസാണ് മാറ്റേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോയിലുള്ള 3 ആൾക്കാരുടെയും ഫേസ് താഴെ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആരുടെ ഫേസാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. 3 പേരുടെയും മാറ്റണമെങ്കിൽ 3 പേരുടെയും മാറ്റാം. ഞാനിപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഫേസ് മാറ്റിയിട്ട് എൻ്റെ ഫേസാണ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി ഓപ്പൺ ആവും. ഞാൻ വീണ്ടും എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്വൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അല്പനേരം കാത്തിരിക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പം കാണാം കുഞ്ചാക്കോ ബോബൻ്റെ ഫേസ് മാറിയിട്ട് അതിൽ എൻ്റെ ഫേസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിനകത്ത് നിന്ന് രസകരമായ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ മൾട്ടിപ്പിൾ ഫേസിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. നയൻതാരയുടെ ഫാമിലി ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫോട്ടോയിലുള്ള 4 ആളുടെയും ഫേസ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ 4 ഫേസിനും മിസ്റ്റർ ബീൻ്റെ ഫേസ് കൊടുക്കുകയാണ്. എല്ലാത്തിൻ്റെയും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മിസ്റ്റർ ബീൻ്റെ ഫേസ് കൊടുക്കുകയാണ്. ശേഷം ഇവിടെ സ്വൈപ്പ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം നയൻതാരയുടെ ഫാമിലി മൊത്തത്തിൽ മിസ്റ്റർ ബീനായിട്ട്. ഇതുപോലെ നമുക്ക് രസകരമായ ഫോട്ടോകളും ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഫോട്ടോ ആവശ്യമാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.